യുവജനങ്ങളെക്കുറിച്ച് പൊതുവെ പറയുമ്പം പേരൻസിനും പൊതുവെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ഉള്ളൊരു മോശം അഭിപ്രായമാണ് ഞങ്ങളെപ്പോഴും ഈ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കൊക്കെ എപ്പോഴും യൂസ് ചെയ്യുന്നു എന്നുള്ളത്. അപ്പം അങ്ങനെ അത് ഉപയോഗിക്കുന്നതിന് എന്തെങ്കിലും തെറ്റുകളോ അതിൻ്റെ ഒരു അതെങ്ങനെ ഉപയോഗിക്കണം? ഇത് ഉപയോഗിക്കുന്നത് മോശമാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും മോശം ഒരാൾ ഞാനായിരിക്കും. ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, ഇൻസ്റ്റയും ഉപയോഗിക്കുന്നുണ്ട്. ഫേസ്ബുക്കും ഇൻസ്റ്റയും ഭയങ്കര സാധ്യതകളാണ്. കാരണം ഒന്നാമത് നമുക്ക് ഒത്തിരി കൂട്ടുകാരെയൊക്കെ കണ്ടെത്താം. ഒത്തിരി ആശയ സംവേദനത്തിന് ഇതുപോലെ നമുക്ക് സാധ്യത തരുന്ന വേറൊരു സംഭവമില്ല. പക്ഷേ ഇപ്പോൾ വന്ന ഇതിൻ്റെ അടുത്ത തലമാണ്. ഇപ്പം നമുക്ക് മെയിൻ സ്ട്രീം മാധ്യമങ്ങളിലെ ഒന്നും ആരും ഒന്നും അറിയുന്ന പോലുമില്ല. വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് ഇൻഫർമേഷനാണ് നമ്മൾ വാർത്തകളായിട്ട് വിശ്വസിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉപദ്രവം. ആർക്കും നോളജ് ജനറേറ്റ് ചെയ്യാവുന്നതായി. ഇപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും എന്ത് വേർഷനും പറയാം. നല്ല കള്ളത്തരമായിരിക്കും പറയുന്നത്, പക്ഷെ അത് പറയാം. കുറേ മനുഷ്യരങ്ങ് വിശ്വസിക്കും. അതുപോലെ തന്നെ ഇത് നന്മയ്ക്കായിട്ടും ഉപയോഗിക്കുക. അതാണ് ഞാൻ പണ്ട് 100 പേരോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം ഇപ്പോൾ 1000 പേര് കേൾക്കുകയാണ്. അതൊരു വലിയ സാധ്യതയല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും മോശം കാര്യങ്ങളല്ല. ഇതൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നല്ലത് തന്നെയാണ്. എല്ലാത്തിനും മോശവും നന്മയുടേതുമായ തലമുണ്ട്. ഇപ്പോൾ പണ്ട് ടെലിവിഷൻ വന്നപ്പോൾ എല്ലാവരും പറയുന്നത് മഹാതല്ലിപ്പൊളിയാണ്, കുഴപ്പമാണ്. ഇപ്പോൾ ടെലിവിഷൻ ആർക്കും വേണ്ട അല്ല. എൻ്റെ മുറി ടെലിവിഷൻ ഇല്ല. എനിക്കിതുവരെ ഒരു കുറവും അനുഭവപ്പെട്ടിട്ടില്ല. ഇപ്പോൾ വന്നു നമ്മൾ പത്രവും വായിക്കാതായി. കാരണം എന്നാ, ഈ സാധനത്തിനകത്തോടെ ഇതെല്ലാം കിട്ടും അല്ലേ? പക്ഷേ അതിലൂടെ സംഭവിക്കുന്നത് ഇവിടെ നടക്കുന്ന വലിയ കാര്യങ്ങൾ നമ്മൾ ചിലപ്പം അറിയാതെ പോകും. ഇപ്പോൾ ഇന്നലെ ഡൽഹിയിലെ ഭീകരാക്രമണം നിങ്ങൾ എത്ര പേർ അറിഞ്ഞോ എന്ന് എനിക്ക് സംശയമുണ്ട്. പത്രത്തിൽ വായിച്ചു. അതാണ് അതിൻ്റെ മുഴുവൻ വാർത്ത നമുക്ക് കിട്ടിക്കാണുകയില്ല. അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്കൊരു സമഗ്രമായ ഒരു ദർശനം നമുക്ക് കിട്ടുന്നില്ല. പിന്നെ പത്രം വായിക്കുമ്പോഴുള്ള ഏറ്റവും വലിയൊരു ഗുണം, അക്ഷരങ്ങൾ നമ്മുടെ മനസ്സിൽ പതിയുമായിരുന്നു. നന്നായിട്ട് പത്രം വായിക്കുന്നവന് അക്ഷരത്തെറ്റില്ല എന്ന് പറയാറുണ്ട്. ഇപ്പോൾ അക്ഷരങ്ങളുമായിട്ടുള്ള ആ ബന്ധം അങ്ങ് പോയി. അപ്പോൾ അതുകൊണ്ട് എഴുതാൻ അറിയാൻ വയ്യ നമ്മുടെ പിള്ളേർക്ക്. പിന്നെ പറയുന്നതാണെങ്കിലും പറയുന്നവൻ്റെ ഭാഷയാണ് നമ്മുടെ ഭാഷയായിട്ട് മാറുന്നത്. അത് മുഴുവൻ ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിൽ നമ്മുടേതും ഗ്രാമർ പോയി. അപ്പോൾ ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയും, മാറുന്ന കാലത്ത് സോഷ്യൽ മീഡിയ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ജീവിതം ഇല്ല, പറ്റുകയില്ല. അതുകൊണ്ട് അതിൻ്റെ നല്ല ഉപയോഗങ്ങൾ കണ്ടെത്തുക. എനിക്ക് ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുണ്ട്. അതിലൂടെ ഇടയ്ക്ക് ഞാനും ഓരോ ആശയങ്ങൾ സംവദിക്കാൻ ശ്രമിക്കാറുണ്ട്. നല്ല കാര്യം അല്ലേ?